ഇതിൽ പൃഥ്വിരാജ് ആണല്ലോ ഈ ചിത്രത്തിന്റെ സംവിധായകൻ. ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംവിധായകന്റെ കലയാണ്. സംവിധായകന്റെ മുന്നിൽ നിൽക്കുന്ന, സംവിധായകൻ പറയുന്നത് അതെല്ലാം ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ആക്ടർ മാത്രമാണ് ഞാൻ എന്ന് എൻ്റെയും പ്രിയപ്പെട്ട ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ സിനിമകളിലും അദ്ദേഹം ചെയ്യാറുള്ളതും അതാണ്. സംവിധായകൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് കൊണ്ടുള്ള ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊടുക്കുക. അതാണ് മോഹൻലാൽ ഓരോ ചിത്രങ്ങളിലും ചെയ്യുന്നത്. ആ കഥാപാത്രത്തെ സിനിമയെക്കാളേറെ ആളുകൾ ഇഷ്ടപ്പെടുന്നതും ആരാധകർ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരിൽ മോഹൻലാലിനെ അതേ പേര് വിളിച്ച് അങ്ങനെ കുറേ കാലം ആ ആരാധനയോടെ ആ പേര് തന്നെ വിളിക്കുന്നതുമൊക്കെ പണ്ട് മുതലേയുള്ള ചിത്രങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. ഇത്രയും തലപ്പൊക്കമുള്ള, ഇത്രയും സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാളിയുടെ മനസ്സിൽ കയറിക്കൂടിയ മോഹൻലാലിന് ഇത്രയും ചീത്തവിളി കേൾക്കുന്നത് ഞാൻ ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇത്രയും ചീത്തവിളി മോഹൻലാലിന് കേൾക്കേണ്ടി വരുന്നത്. മോഹൻലാൽ തന്നെ എന്നിട്ട് ഇക്കാര്യത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഞാൻ ഈ സിനിമ ഇതുവരെ കണ്ടില്ല, ഞാൻ ആ തിയേറ്ററിൽ പോയാണ് ആദ്യമായിട്ട് ഈ സിനിമ കണ്ടതെന്ന് പറയുന്നത് ദ കംപ്ലീറ്റ് ആക്ടറാണ്. മോഹൻലാലിൻ്റെ ഒരു ഗതികേട് ആലോചിക്കണം. പൃഥ്വിരാജ് എത്ര ക്ലവറായിട്ടാണ് ഇതിനെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിദഗ്ധമായി കബളിപ്പിക്കുകയായിരുന്നു. സിനിമയ്ക്ക് ഒരു പ്രിവ്യൂ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അതും ഇത്രയും വലിയ ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ്. ഒരു ബിഗ് ബജറ്റ് ചിത്രം മാത്രമല്ല, വർഷങ്ങളെടുത്ത ചിത്രീകരണം. 2019 ഒരു പടത്തിൻ്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സെക്കൻഡ് പാർട്ടാണ്. അതും ഇത്രയും ആൻറ്റിസിപ്പേഷൻ ഉണ്ടാക്കിയ ഒരു സിനിമ, അതിൻ്റെ ഒരു പ്രിവ്യൂ വേണ്ട എന്ന് പൃഥ്വിരാജ് തീരുമാനിക്കുമ്പോൾ അതിനായി പറയുന്ന ന്യായം കേൾക്കുമ്പോഴെങ്കിലും ആളുകൾക്ക് മനസ്സിലാകണമല്ലോ.